അതിപ്പോ റാണിമോളുടെ സമ്മതം ചോദിക്കാതെ എനിക്കൊന്നും പറയാൻ ഒക്കുകയല്ല. നിന്റെ സമ്മതം ചോദിച്ചോണ്ട് ആരോടാ നിന്റെ കല്യാണം ഞങ്ങൾ ഉറപ്പിച്ചത്? അല്ല. അപ്പോ ഇതിനും സമ്മതം ചോദിക്കേണ്ട കാര്യമില്ല. അയ്യടാ. എടി റാണി, ആ ചീപ്പിങ് എടുത്തേ. എത്ര ചീപ്പ് വെച്ചാൽ ആവശ്യത്തിനൊന്നും കാണത്തില്ല. എന്നതാ കുട്ടൻസേ, സ്വന്തമായിട്ട് ഒരു ചീപ്പ് പോലും ഇല്ലെന്ന് പറഞ്ഞാ വളരെ ചീപ്പായ കാര്യ. എന്റെ ചീപ്പ് എടുത്ത് വെച്ചാൽ ന്യായം പറയുന്നു. ഓ, ആ സ്വഭാവം പോലെ തന്നെ മുറി അലങ്കോലേക്ക് കിടക്കുന്നുണ്ടല്ലോ. ആ ടീച്ചറുകളെയും വന്ന് കേറിയാലേ ഇവിടെ നന്നാകത്തുള്ളൂ. നിന്റെ കെട്ട് കഴിഞ്ഞ് ഇവിടുന്ന് ഇറക്കി വിടാതെ ആ ടീച്ചർ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന പ്രശ്നമേ ഇല്ല. ഓ, ഡിഗ്രി കഴിയാതെ എനിക്ക് കല്യാണമൊന്നും വേണ്ട. ഇങ്ങനെ പോയാ ഡിഗ്രി കഴിയുമെന്ന് തോന്നുന്നില്ല. എങ്ങനെ പോയാല്? അല്ല, ട്യൂഷൻ ഉണ്ടല്ലോ, കുഴപ്പമില്ല. എന്നതായി കുട്ടൻസ് പറയുന്നേ? ഇന്നലെ പാലക്കല പ്രൊഫസർ കുര്യാക്കോസിനെ ഞാൻ കണ്ടായിരുന്നു. നീ പഠിക്കാൻ വളരെ മോശമാണെന്നാണല്ലോ പറയുന്നേ. പറ്റുമെങ്കിൽ വീട്ടിലിരുത്തി വൈകുന്നേരം വേറെ ട്യൂഷൻ തരാൻ പറഞ്ഞിരിക്കുക. ഞാൻ ആ റബേക്ക ടീച്ചറിന്റെ കയ്യും കാലും പിടിച്ച് പറഞ്ഞുകൊണ്ട് ടീച്ചർ ദിവസവും വൈകിട്ട് ഇവിടെ വന്ന് നിനക്ക് ട്യൂഷൻ എടുക്കാൻ സമ്മതിച്ചിരിക്കുക. ആ ടീച്ചർ പോരും. ഓ, പതിവില്ലാത്ത കുളിയും പൗഡറിടലൊക്കെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി എന്തോ പന്തിയാടുണ്ടെന്ന്. അത് ശരി, അപ്പൊ എന്റെ ട്യൂഷന്റെ കെയർ ഓഫില് ശൃംഗാരം വീട്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്യാനാ പരിപാടി. വേണ്ടാതിനും പറഞ്ഞുണ്ടല്ലോ, ഒന്ന് നേരെ ചൊവ്വേ പഠിച്ചോട്ടെന്ന് വിചാരിച്ചപ്പോ. വേണ്ട വേണ്ട, അധികം ട്യൂഷൻ ഒന്നും എനിക്ക് വേണ്ട. ടീച്ചറുടെ ട്യൂഷൻ വേണ്ടെന്ന് അപ്പാപ്പനെ കൊണ്ട് ഞാൻ പറയിപ്പിക്കാം. നീ അങ്ങനെ പറയിക്കോടി. എങ്കിലേ നിന്റെ രാവിലത്തെ ട്യൂഷൻ ഉണ്ടല്ലോ, അത് വേണ്ടെന്ന് ഞാനും പറയിപ്പിക്കും. അയ്യോ കുട്ടൻസ് പ്ലീസ്. അതെ, ടീച്ചർ വന്നു. വേഗം ചെന്ന് കാപ്പി കൊടുത്ത് സൽക്കരിച്ച് കാല് തൊട്ട് വന്നിച്ച് നല്ല വൃത്തിയായിട്ട് പഠിക്കാൻ. ആരാ അവിടെ? ഞാനാ, റബേക്ക. മോളായിരുന്നോ? റാണിമോൾക്ക് ട്യൂഷൻ വേണമെന്ന് പറഞ്ഞതുകൊണ്ട്. നല്ല കാര്യം, വാ മോളെ. നടക്കടി. എന്നതാണോ നീ കാണിക്കുന്നേ? അല്ല, ഞാൻ റാണിമോളോട് പറയുമായിരുന്നു, ഈ ടീച്ചറെ ഇങ്ങോട്ട് വരുത്തിയുള്ള ട്യൂഷൻ എന്നാത്തിനാ? രാവിലത്തെ ട്യൂഷൻ ഉണ്ട്, അത് മാത്രം പോരായോ എന്ന്. ഇവക്ക് 4 അക്ഷരം പറഞ്ഞു കൊടുക്കാൻ നേരമില്ലല്ലോ നിനക്ക്. പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികൾ ഇങ്ങനെയും പഠിക്കണടാ. എന്നാ ടീച്ചർ ചെല്ല്, ട്യൂഷൻ നടക്കട്ടെ. മുട്ടപ്പായി വിളിച്ചായിരുന്നോ? എന്നാപ്പാ? എന്നതാടാ നീ ട്യൂഷൻ പഠിക്കാതിരിക്കുന്നു? ഇല്ല. എന്നാ വാ, വണ്ടി ഇറക്ക്, എനിക്ക് കമ്പനി വരെ ഒന്ന് പോണം. കമ്പനിയിലോട്ട് കെട്ടിയെടുക്കാൻ കണ്ട നേരം.